ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് ഒരു മാസത്തെ പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് കെ രമ എം.എൽ.എ. നമ്മോടിപ്പോൾ പ്രതികരിക്കുന്നു. കെ രമ എങ്ങനെ കാണുന്നു ഈ ഒരു പരോളിനെ? അത് 30 ദിവസത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് ഉണ്ടായിട്ടുകൂടി അതിനെ മറികടന്നാണ് ഇത്തരത്തിലൊരു നീക്കം. എന്താണ് പ്രതികരണം? സാധാരണമായൊരു സംഭവമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാന പ്രതിയായിരുന്ന കൊടിസുനി ഒരു കാരണവശാലും ഈ പരോൾ അനുവദിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും റിപ്പോർട്ട് എടുക്കാതെ, ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ട് എടുക്കാതെ, ഇതൊന്നും നിയമപരമായി പാലിക്കാതെയാണ് ഇപ്പൊ 30 ദിവസം പരോൾ കൊടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു എന്നതാണ്. അമ്മ കൊടുത്ത നിവേദനത്തിന്റെ ഭാഗമായിട്ട് അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും കൊടുക്കാം, അതിലൊരു തർക്കമില്ല. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ അത് പറയുമ്പോൾ മനുഷ്യാവകാശം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് കൂടി ഓർക്കണം. ആ മനുഷ്യാവകാശ കമ്മീഷനെ നമ്മൾ ഇതുവരെ എവിടെയും കണ്ടിട്ടുമില്ല. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് DGP ആണ് നേരിട്ട് പരോള് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ DGPക്ക് അങ്ങനെ ഒരു പരോള് കൊടുക്കാൻ സാധിക്കും? ഇത്തരത്തിലുള്ള പരോളിലിറങ്ങി പല വിധത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയും പല കേസുകളും നിലവിലുള്ളതുകയും ചെയ്ത ഒരു പ്രതിയാണ്. അദ്ദേഹത്തിനാണ് 30 ദിവസം പരോള് കൊടുത്തിരിക്കുന്നത് എന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വലിയ പ്രതിഷേധമുണ്ട്. ശക്തമായി രീതിയിൽ അതിനെ പ്രതിഷേധിക്കുകയാണ്. നിയമപരമായ മറ്റ് സംഗതികൾ ആലോചിച്ച് കടക്കാനാണ് ആലോചിക്കുന്നത്. കെ രമ, നിയമപരമായി നീങ്ങാനാണോ തീരുമാനം ഈ ഒരു പരോളിനെതിരെ? അതെ, തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ നീങ്ങും. ശരി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് ഒരു മാസത്തെ പരോൾ അനുവദിച്ചതിൽ അതിയായ അമർഷവും അതുപോലെ പ്രതിഷേധവും രേഖപ്പെടുത്തുകയായിരുന്നു കെ രമ. നിയമപരമായി ഇതിനെ നേരിടാനാണ് എം.എൽ.എയുടെ തീരുമാനം.